നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യുമ്പോഴേ ചുമ്മാ ഒരു പേരിനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കാനും വാങ്ങിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഞാൻ ഈ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുമ്പോഴേ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ വിഷ് ലിസ്റ്റിൽ കുറച്ച് നാളായിട്ട് വെച്ചിരിക്കുന്ന എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് കൊടുത്ത് അവർ ഉറപ്പായിട്ട് ഹാപ്പി ആവുമെന്ന് നമുക്കറിയാം. അല്ലെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നമ്മളോട് പറയത്തില്ലേ എനിക്കിത് വാങ്ങിക്കണം, അല്ലെ എനിക്ക് അത് മതി, അങ്ങനെ കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് ആ ഗിഫ്റ്റാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാറുള്ളത്. സോ ഇതൊക്കെ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്നല്ല ഞാൻ പറയാം. എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ ആളോട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ചിന്നു എനിക്ക് ഈ പ്രാവശ്യം ഒരു മെർമെയ്ഡ് സെറ്റ് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ഒരു മെർമെയ്ഡാണ്. സോ അത് നമ്മുടെ ഫേവറേറ്റ് പേഴ്സൺ കൂടെ ആകുമ്പോൾ ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ കൂടും. അതിനുവേണ്ടി ഇപ്പോൾ ഒരു 5-6 ഷോപ്പ് കയറി ഇറങ്ങേണ്ടി വന്നാൽ എനിക്ക് വലിയ മടിയൊന്നും തോന്നാറില്ല. 5-6 ഷോപ്പല്ല, 5-6 ഡേയ്സ് വേണേലും സ്പെൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ കയറിയ കടയിൽ വീണ്ടും ഒരു 1-2 റൗണ്ട് കൂടെ പോകാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല കേട്ടോ. പിന്നെ നോട്ട് ദ പോയിന്റ്, അവിടുത്തെ സ്റ്റാഫിനെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ലേ. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. വെറുതെ പേരിനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല. കൊടുക്കുമ്പോൾ അയാൾ ഹാപ്പിയാണ്, അയാൾക്ക് ഇഷ്ടമാണ്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകത്തില്ലേ. പിന്നെ എപ്പോഴും ഗിഫ്റ്റ് കിട്ടുന്ന അവരെക്കാട്ടി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആകുന്ന ഞാനാണ്. എന്നെപ്പോലെ ഉള്ളവർ കമന്റ് ബിലോ. അങ്ങനെ കുറച്ച് കടകളിലൊക്കെ കയറിയെങ്കിലും ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു സാധനം കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഡേ നമ്മൾ കയറിയ കട വീണ്ടും ലാസ്റ്റ് ഒരു ഫൈനൽ റൗണ്ടിനൂടെ വന്നപ്പോൾ ഇവളെ ഞാൻ കണ്ടു കേട്ടോ. അവളെ കണ്ടപ്പോൾ തന്നെ ഇവിടെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെയായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ അവിടുന്ന് സ്വന്തമാക്കി. ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത് കൊടുക്കുന്നത്. സോ ഇവളെ ഒന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഓൾ സെറ്റ് ആയിട്ടുണ്ട്. നീ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര അലഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.